നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ഞാൻ കുറച്ച് മുന്നൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അറബിക്കോം ഒബേസോം ഒരു ആള് മാറി പറഞ്ഞത്. അത് വീഡിയോ ചെയ്യുമ്പോൾ ഒബേസം ചെടി കാണിച്ചുകൊണ്ട് അത് അറബിക്കം ചെടിയാണെന്നും മറ്റൊരു വീഡിയോയിൽ അറബിക്കം ചെടി കാണിച്ചുകൊണ്ട് ഒബേസം ചെടിയാണ്. അത് എല്ലാവർക്കും, എനിക്കും തുടക്കത്തിലൊക്കെ തെറ്റുപറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അടീനിയം വളർത്താൻ തുടങ്ങുന്ന കാലത്തൊക്കെ എന്താണ് ആ വ്യത്യാസം എന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിൽ പറയാം. ഇപ്പം ഇത് ഒരു അറബിക്കം ചെടിയാണ്. അതിൻ്റെ കോഡക്സിൻ്റെ അവിടുന്ന് ക്രൗൺ പോലുള്ളൊരു ഷേപ്പ് വന്നിട്ട് അവിടുന്നാണ് ഈ ബ്രാഞ്ചസ് ഇതിൻ്റെ സ്പ്ലിറ്റ് ആവുക. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ബ്രാഞ്ച് സ്പ്ലിറ്റ് ആവുന്നത് ആ കോഡക്സിൻ്റെ ഒരു റൗണ്ട് പോലുള്ളൊരു ഭാഗം വന്നിട്ട് അവിടുന്നാണ് ബ്രാഞ്ച് സ്പ്ലിറ്റ് ആയിട്ട് ഗ്രോത്ത് വരിക. ഇത് അറബിക്കം ചെടിയാണ്. നമ്മളുടെ ഇത് ഒരാൾ ചോദിച്ചത് എന്നോട് ഇത് അറബിക്കാണോന്ന്. ഇത് ഒബേസമാണ്. ഈ കോഡക്സിൻ്റെ മേലെന്ന് ഇതിൻ്റെ പാറ്റേൺ അല്ലാതെ പല പല ഭാഗത്തേക്ക് സ്പ്ലിറ്റ് വരുന്ന ഒരു ഇനം ഒബേസം ചെടിയാണ് ഇത്. രണ്ടാൽ ഇതിൻ്റെ ബ്രാഞ്ച് കണ്ട അറബിക്കം ചെടി പോലെ തോന്നുമെങ്കിലും ഷേപ്പ് തുടങ്ങിയ ഭാഗം കണ്ട, പക്ഷെ ഇത് ഒബേസം ചെടിയാണ്. തിരിച്ചറിയാനുള്ള മറ്റൊരു മാർഗം എന്ന് പറഞ്ഞത്, ഒബേസം ചെടിക്ക് പലപ്പോഴും നീണ്ട് വിടർന്ന ഇലകളായിരിക്കും ഉണ്ടാവുക. ഞാൻ എൻ്റെ നിരീക്ഷണമാണ് പറയുന്നത് കേട്ടോ. ഈ ചെടിക്ക് നീണ്ട് വിടർന്ന അല്ലെങ്കിൽ പരന്ന ഇലകളായിരിക്കും ഉണ്ടാവുക. എന്നാൽ അറബിക്കം ചെടികൾക്ക് ഷോർട്ട് ഇലകളാണ് അധികം ഉള്ളത്. അതായത് അധികം വലിപ്പമില്ലാതെ പക്ഷെ കുറച്ചും കൂടി സ്പോഞ്ചി എഫക്റ്റ് വരുന്ന സോഫ്റ്റ് ഇലകളാണ് അറബിക്കം ചെടികൾക്ക് ഉണ്ടാവുക. അത് ഒരു വലിയൊരു മാറ്റമാണ് കണ്ടുപിടിക്കാൻ. പിന്നെ കുറച്ച് ഗ്രോത്ത് ആയാൽ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇതിൻ്റെ കടഭാഗത്തെ ഈ ക്രൗൺ പോലത്തെ ഭാഗം അവിടെ നിന്നാണ് ബ്രാഞ്ച് സ്പ്ലിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ മാറിപ്പോയാലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, റേറ്റ് കൂടുതലായിട്ടാണ് ഈ അറബിക്കം ചെടികൾ സെയിൽ ചെയ്യുന്നത്. ഒരു ചെറിയ ചെടിക്ക് തന്നെ 250, 300, 400 രൂപ റേഞ്ചൊക്കെ വരുന്ന ചെടികളുണ്ട്. അതിലും കുറഞ്ഞ ചെറിയ ചെടികളും ഉണ്ടാവും. എന്നാൽ ഒബേസം ചെടികൾ നമുക്ക് 50 രൂപ 60 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് കിട്ടും. പക്ഷെ ഇങ്ങനെ ഷെയ്പ്പായ ചെടികൾക്ക്, ഷെയ്പ്പാക്കിയ ചെടികൾ, ഇങ്ങനെ ഷെയ്പ്പായ ചെടികൾക്ക് റേറ്റ് കൂടുതൽ വരും. അപ്പോൾ ഇതിനൊക്കെ എന്താ വെച്ചാൽ ഇത് വളർത്തുന്ന ആളുടെ ആർട്ടിസ്റ്റിക് മൈൻഡും അതിൻ്റെ പോട്ടിംഗ് മിക്സും ഒക്കെ ഇതിന് വലിയൊരു ഘടകമാണ്. അപ്പോൾ അറബിക്കം ചെടി, ഇപ്പം ഞാൻ ഈ അറബിക്കം ചെടി ഏകദേശം 2 വർഷമായിട്ട് ഈ ചട്ടിയിൽ നിൽക്കുന്നുണ്ട്. നല്ല ഡ്രൈ ആയി നിൽക്കുകയാണ്. ആ മണ്ണിങ്ങനെ പാറ പോലെ ഉറച്ച് നിൽക്കുക. വെള്ളം കെട്ടി നിൽക്കാറുണ്ട് ഇതിൻ്റെ കടക്കിൽ. ചെടിക്ക് യാതൊന്നും സംഭവിച്ചില്ല. കാരണം മേലെ വെള്ളം കെട്ടി നിൽക്കും, ഞാനത് ഇതേപോലെ ചെരിച്ച് കളയും. പക്ഷേ അടി നല്ല പാക്കാണ്. അപ്പോൾ ഇത് കുറേ കാലം ഇങ്ങനെ ഇരിക്കും. ഇനി ഞാൻ ഇക്കൊല്ലം ഇത് വലിയ കവറിലേക്ക് മാറ്റും. കവറിലേക്ക് മാറ്റിയ കുറേ അറബിക്കം ചെടികളുണ്ട്, കുറേ എണ്ണം സെയിലായി. അപ്പോൾ ഈ അറബിക്കോം ഒബേസോം, ഇതിൽ ഈ ഒബേസത്തിൽ ഉണ്ടാകുന്നത് ഓർഡിനറി പൂവാണ്. ഈ അറബിക്കത്തിൽ ഉണ്ടാകുന്നതും ഓർഡിനറി പൂവാണ്. ഈ പൂവിന് കുറച്ചുകൂടി വലിപ്പമൊക്കെ ഉണ്ടാവും, ഈ പൂവ് കുറച്ച് ഷോർട്ടായിരിക്കും. ഇതാണ് അറബിക്കോ ഒബേസവും തമ്മിലുള്ള മാറ്റം. പിന്നെ ഞാൻ പറഞ്ഞു, നോർമൽ ഒബേസം ചെടി പറഞ്ഞാൽ ഒറ്റ തണ്ട് വന്നിട്ട് ആ തണ്ടിൻ്റെ മേലെ ബ്രാഞ്ചുകൾ സൈഡിലേക്കൊക്കെ വന്നിട്ടുണ്ടാവുക. ഇത് ഒബേസത്തിൽ തന്നെ ചില ഇനങ്ങൾക്ക് ഇങ്ങനെ വരാറുണ്ട്. അതായത് കോഡക്സ് ഒരു ബൾജായി വന്നിട്ട് അതിൻ്റെ ബ്രാഞ്ചുകൾ അറബിക്കം പോലെ ഇങ്ങനെ ഷെയ്ഡ് പാറ്റേണിലേക്കൊക്കെ വരാറുണ്ട്. അത് 2-3 ഇനം ഇവിടെ അങ്ങനെ കാണുന്നുണ്ട്. അതിൽ ഒരു ഇനമാണ് നമ്മൾ തണ്ട് പോലെ മുകളിലേക്ക് കാണുന്ന ചെടിയുടെ പറിക്കുന്ന സമയത്ത്, പറിച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ ക്യാരറ്റിൻ്റെ ആകൃതിയിൽ വേര് നീണ്ടു വരുന്ന ഒരു ടവർ ടൈപ്പ് ആക്കാൻ പറ്റിയ ഒരു ഇനം കൂടി അങ്ങനെ അതിൽ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ മൂല്യം കിട്ടുന്നത്. അപ്പോൾ അറബിക്കത്തിന് മൂല്യം കൂടുതലും ഒബേസത്തിന് കുറച്ച് റേറ്റ്, അതായത് മൂല്യം കുറവുമായിട്ടാണ് സെയിൽ ചെയ്യപ്പെടുന്നത്. പക്ഷേ നമുക്ക് ഈ അറബിക്കം അല്ലെങ്കിൽ ഒബേസം ചെടീനെ മൂല്യം കൂട്ടണമെങ്കിൽ ഇത് പറഞ്ഞ പോലെ നമ്മൾ വെക്കുന്ന പാത്രം, അതേപോലെ അതിൻ്റെ പോട്ടിംഗ് മിക്സ്, ഇതൊക്കെ ഇത് ബൾജ് ആവാനും അതിൻ്റെ ഗ്രോത്തിനൊക്കെ ഘടകങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടും നല്ല മൂല്യത്തിൽ വിൽക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയണം. അറബിക്കോം ഒബേസം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.